ഇത് ജൂലൈ മാസം. നമുക്ക് ജൂലൈയും കൂടെ കൂട്ടിയേക്കാം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇനി 6 മാസം. ജാനുവരി ജെയ് മെയിൻസ് വരും. ജാനുവരി ജെയ് മെയിൻസിന് എങ്ങനെയെങ്കിലും ഒരു 98-99% മാർക്ക് മേടിക്കണം. അതിന് ഈ മാത്തമാറ്റിക്സ് എങ്ങനെ പഠിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. വൈ മാത്തമാറ്റിക്സ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പിള്ളേരോട് ചോദിക്കുന്ന റിപ്ലൈ ഒക്കെ കേട്ടിട്ടുണ്ട്. പിള്ളേർ ചോദിക്കുന്നു, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികൾ? ഫിസിക്സ് എളുപ്പമായിരുന്നു, കെമിസ്ട്രി എളുപ്പമായിരുന്നു, മാത്തമാറ്റിക്സ് പാടായിരുന്നു. സെയിം റിപ്ലൈ. ശരിയാണ്, ഫിസിക്സിനോടും കെമിസ്ട്രിയോടും കമ്പയർ ചെയ്യുമ്പോഴത്തേനും മാത്തമാറ്റിക്സ് ഒരല്പം പാടാണ്. അപ്പോൾ പിള്ളേരെ ഈ മാത്തമാറ്റിക്സ് എളുപ്പമാവുന്ന കുട്ടികൾ അത്യാവശ്യം മാത്തമാറ്റിക്സ് ചെയ്തു പോകും. അപ്പം മാത്തമാറ്റിക്സ് പാടാകുന്ന ചില കുട്ടികളില്ലേ, അവർക്ക് എങ്ങനെയെങ്കിലും ഒരു 15 ചോദ്യം, മൊത്തം 30 ചോദ്യങ്ങളാണുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, എങ്ങനെയെങ്കിലും ഒരു 15 ചോദ്യം കറക്റ്റായിട്ട് ചെയ്താൽ, നെഗറ്റീവ് ഒന്നും വരുത്താതിരിക്കുകയും കൂടെ ചെയ്താൽ നമുക്ക് ഒരു 99%ലേക്ക് എത്താം. അതിനൊപ്പം തന്നെ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ചെയ്താൽ മതി. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മാത്സ് ഇത്തിരി പാടുള്ള കുട്ടികൾ എങ്ങനെ ഒരു 15 ചോദ്യം ചെയ്യാനായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതും ഈ 6 മാസം കൊണ്ട്, ജാനുവരി ജെയ് മെയിൻസ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം, സർ പ്ലെയിൻ ഡിലീറ്റഡ് അല്ലേ? മൈ റിപ്ലൈ, ലൈൻസ് പഠിക്കാനുണ്ട്. ലൈൻ്റെ കൺസെപ്റ്റുകൾ മുഴുവൻ ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എൻ്റെ മറുപടി മനസ്സിലായി കാണും. ഉള്ളത് പഠിക്കുക, ഇല്ലാത്തതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ആലോചിക്കാം. നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം, സർ ഏത് ബുക്കാണ് ഏറ്റവും നല്ലത് റെഫർ ചെയ്യാൻ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മുഴുവൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞായിരുന്നോ? ഒരു ലേറ്റസ്റ്റ് 5 കൊല്ലത്തെ? അപ്പം മനസ്സിലായിക്കണമല്ലോ എൻ്റെ അടുത്ത റിപ്ലൈ. അതായത് നിങ്ങളിതെങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാം എന്ന് അന്വേഷിച്ചാണ് സമയം കളയുന്നത്. മടിയാണല്ലോ അടിസ്ഥാനപരമായ പ്രശ്നം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമല്ല, എങ്ങനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നാണ് അന്വേഷിക്കുന്നത്. അതങ്ങ് മാറ്റി നിർത്തിയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുക. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. മനസ്സിലായി കാണുമല്ലോ. ഇനി ഇതിൻ്റെ സ്റ്റൈൽ ഓഫ് സ്റ്റഡിയെക്കുറിച്ച് ഞാനൊന്ന് പറയാം. സ്റ്റൈൽ ഓഫ് സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേനും നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് സിലബസാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ സിലബസിൻ്റെ അപ്ഡേഷൻ ലാസ്റ്റ് വരും. അതിനകത്ത് എന്തെങ്കിലും ആഡ് ഓൺസ് ഉണ്ടെങ്കിൽ അത് പിന്നീട് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് കഴിഞ്ഞ കൊല്ലത്തെ സിലബസിനെ നമുക്ക് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. മാത്തമാറ്റിക്സിന് 15 ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തം 30 ചോദ്യങ്ങളുണ്ട്. ആ 30 ചോദ്യങ്ങളിൽ 10 എണ്ണം ന്യൂമറിക്കലാണ്. അതിൽ 5 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അത് 2-3 ചോദ്യം ഭയങ്കര കൺസെപ്ച്വലി ഈസി ആയിരിക്കും. ഭയങ്കര ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ 2-3 എണ്ണം ഉണ്ട്. 3-4 എണ്ണം ബാക്കി നല്ല ഡിഫിക്കൽട്ടാണ്. ബാക്കിയുള്ളത് എഴുതി ഒപ്പിക്കാൻ പോലും പറ്റുമെന്ന് അറിയാൻ പാടില്ലാത്ത കുറേ ചോദ്യങ്ങളും കിടപ്പുണ്ട്. കാരണം 5 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്യുമ്പോഴത്തേനും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയേക്കണം. അതാണ് എൻ്റെ ആദ്യത്തെ കാര്യം. അത് മറക്കരുത് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറയുമ്പോഴത്തേനും എളുപ്പമുള്ളത് ചെയ്യാവുള്ളൂ. ബാക്കി 20 ഒബ്ജക്റ്റീവ് ഉണ്ട്. 20 ഒബ്ജക്റ്റീവിൽ 10 എണ്ണം ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, 10 എണ്ണം ഭയങ്കര സിമ്പിളാണ്. ബാക്കി ഒരു 3-4 എണ്ണം നല്ല ഡിഫിക്കൽട്ട്, ബാക്കിയുള്ളത് നല്ല, അതായത് കട്ടി കൂടിയ ക്വസ്റ്റ്യൻസാണ്. നമുക്ക് ഈ 10ഉം 3ഉം 2 എണ്ണം കൂടെ ചേർത്ത് ഒരു 15 എണ്ണം എങ്ങനെ സെറ്റാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേണ്ട 15 ചോദ്യങ്ങൾ ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടപ്പുണ്ട്. അത് തപ്പിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് തപ്പിയെടുത്താൽ മാത്രം പോരാ, അത് ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ ആ ചാപ്റ്ററുകളെല്ലാം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ഈ ചാപ്റ്ററുകളെ ഒന്ന് ഡിവൈഡ് ചെയ്ത് പറയാം. നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ട്രിഗ്നോമെട്രി 1 and 2 കുറിച്ച് വ്യക്തമായൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. NCERT വെച്ച് പഠിച്ചാൽ മതി ഇനീഷ്യലി നിങ്ങൾ. കാരണം ട്രിഗ്നോമെട്രി എന്ന് പറയുമ്പോൾ എൻ്റെ സാറേ ട്രിഗ്നോമെട്രിയോ, പക്ഷേ ട്രിഗ്നോമെട്രി ഒരു സപ്പോർട്ടിങ് ചാപ്റ്ററാണ്. സപ്പോർട്ടിങ് ചാപ്റ്റർ ആയതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ഐഡിയ നമുക്ക് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പാടാണെന്ന് കരുതുന്നവർ NCERTയിലെ ചോദ്യങ്ങൾ NCERT നന്നായിട്ടൊന്ന് പഠിച്ചാൽ മതി. ഒരു 1-2 മണിക്കൂർ NCERTയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ട്രിഗ്നോമെട്രി 1 and 2 നമ്മുടെ കയ്യിലേക്ക് ഇങ്ങ് പോരും. സാറേ അത് മാത്രം മതിയോ ജെയ് മെയിൻസിൻ്റെ എക്സാമിന് എന്നൊക്കെ ചോദിച്ചാൽ, യു ഹാവ് മെനി ക്വസ്റ്റ്യൻസ്. ഞാൻ പറയുന്നത് കേൾക്കുക. നമ്മളപ്പോൾ NCERT എടുത്തു, ട്രിഗ്നോമെട്രി അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു 5 കൊല്ലത്തെ എടുത്തു. അതിനകത്ത് എളുപ്പമുള്ള 1-2 ഒരു 10 ചോദ്യങ്ങൾ ട്രിഗ്നോമെട്രിക്കാന്ന് വന്നിട്ടുണ്ടായിരിക്കും. ആ 10 ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തൊപ്പിച്ചു. 10 ചോദ്യങ്ങളേ ഉള്ളൂ. ഇല്ലെങ്കിൽ ബാക്കി ചാപ്റ്ററായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് തൽക്കാലം അത്രയും മതി. അപ്പോൾ അതുകൊണ്ട് NCERT ട്രിഗ്നോമെട്രി 1 and 2. ഓക്കെ, ദെൻ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ് ഭയങ്കര ഈസി ചാപ്റ്ററാണ്. നമുക്ക് NCERT ഒന്ന് റെഫർ ചെയ്യാം. അതിനകത്തും ഒരു ആദ്യം ഇനീഷ്യലി ഇടപിള്ളേരെ നമ്മൾ മാത്തമാറ്റിക്സിനകത്ത് ബേസ് ഇല്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ NCERT ആദ്യം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ എല്ലാത്തിനകത്തും സാറി NCERT പറയുന്നു, കഴിഞ്ഞ കൊല്ലം NCERT കുറിച്ച് മിണ്ടിയില്ലോ. കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴാണ് മനസ്സിലായത് NCERT ഇൻ ഡെപ്ത് നോളജ് ഉള്ളവർക്ക് അതിനകത്തൊരു 8-10 ചോദ്യം ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം. മനസ്സിലായോ പറഞ്ഞപ്പോൾ? മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ് NCERTയിലെ ചോദ്യങ്ങളെല്ലാം ഒരു 2 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ട് പ്രീവിയസ് ഇയറിലെ ഒരു ലേറ്റസ്റ്റ് 2024 തൊട്ട് പുറകോട്ടുള്ള ഒരു 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളൊന്ന് നോക്കിയാൽ
അതിനകത്ത് എളുപ്പമുള്ള ചോദ്യങ്ങൾ മാത്രം ഒന്ന് ചെയ്താൽ, അതിനകത്ത് ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് മിസ്സായി പോയാൽ നിങ്ങൾ ഒരു റെഫറൻസ് നോക്കിയതിന് ശേഷം അതിൽ ഏറ്റവും എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻസ്, ഏറ്റവും എളുപ്പമുള്ളൊരു 30-40 ചോദ്യങ്ങൾ ചെയ്ത് തീരുമ്പോൾ തന്നെ ആ ചാപ്റ്ററിനെ കുറിച്ച് വ്യക്തമായൊരു ഐഡിയ നമുക്ക് കിട്ടും. ഈ ചാപ്റ്റർ എങ്ങനെയാണ് എക്സാമിന് റിഫ്ലക്റ്റഡ് ആവുന്നത്, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യം വരുന്നത് എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് കിട്ടും. മാത്രമല്ല NCERT പഠിച്ചതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കൺസെപ്റ്റ് അറിയുകയും ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മൾ പോകുന്നത് 2 ഡയമെൻഷണൽ ജോമെട്രിയിലേക്കാണ്. കേൾക്കുമ്പോൾ നല്ല സുഖമാണ്, പക്ഷേ 2 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ, സർക്കിൾ, കോർണർ സെക്ഷനാണ്. അത് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് NCERTയിൽ നമുക്ക് അത്യാവശ്യം ബേസ് പഠിക്കാനുള്ളത്. സർക്കിളും കോർണർ സെക്ഷനും നമ്മൾ പഠിക്കണമെങ്കിൽ തന്നെ പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തേ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തും ആദ്യം NCERT ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ദെൻ ചാടി നിങ്ങൾ പോകേണ്ടത് പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക്. സാർ ഇതെന്താ ഇങ്ങനെ തന്നെ എല്ലാം പറയുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് PYQയിലാണ് നമുക്കിത് റിഫ്ലക്റ്റഡ് ആവുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. 24, 23, 22, 21 ആ ഒരു ഓർഡറിലാണ്. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എടുക്കുമ്പോഴത്തേനും അതിനകത്തൊരു 40 ചോദ്യങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം ക്ലിയർ ആയി. അതല്ല നിങ്ങൾ വേറൊരു ഗൈഡോ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്താൽ പോയാൽ കോണി സെക്ഷനകത്ത് വേറെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോകരുത്. ഞാൻ ഈ പറഞ്ഞ ഓർഡറിൽ NCERT പ്ലസ് NCERT കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യരുത്. NCERT ഒരു 2 hours പ്ലസ് പ്രീവിയസ് ഇയർ JEE. ഓക്കെ, അതിലേതെങ്കിലും കൺസെപ്റ്റ് അറിയാൻ പാടില്ലെങ്കിൽ മാത്രം റെഫറൻസ് ഗൈഡുകൾ എടുത്താൽ മതി. ദെൻ സെറ്റ്സ്, റിലേഷൻസ്, ഫംഗ്ഷൻസ്, ദെൻ കാൽക്കുലസ്. സെറ്റ്സ്, റിലേഷൻസ്, ഫംഗ്ഷൻസ്, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അങ്ങനെ അങ്ങ് പോകണം. ആ ഓർഡറിൽ തന്നെ നമ്മളങ്ങ് പോകണം കേട്ടോ. അപ്പോൾ ആ ഓർഡറിൽ അങ്ങ് പഠിച്ച് പോകണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇത്രയും അങ്ങനെ ഒരു ബണ്ടിലായിട്ട് പാടായിരിക്കും. NCERT ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം, കാരണം അത് കാൽക്കുലസ് ഇൻക്ലൂഡ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. NCERT ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം PYQയിൽ ചെറിയ എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്ത് ഒരു 40-50 ചോദ്യങ്ങൾ അതിനകത്ത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്ര പാടുള്ളത് നമ്മൾ അത്ര നോക്കേണ്ട, അല്ലാത്തത് കൺസെപ്റ്റുകളെല്ലാം അറിഞ്ഞിരിക്കുക. ഓക്കെ, ദെൻ വെക്ടർ 3D NCERT ഓൺലി എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. NCERT ഓൺലി എന്ന് വേണമെങ്കിൽ പറയാം, കാരണം NCERT നോക്കിയിട്ട് PYQ ചെയ്തോ. കൺസെപ്റ്റ് എല്ലാം അതിനകത്ത് തന്നെയാണ്. വെക്ടറും 3Dയും പ്ലെയിൻ നമുക്ക് തൽക്കാലം ഇല്ല. വെക്ടറും 3D നിങ്ങൾ നോക്കിയോ ധൈര്യമായിട്ട്. NCERT മാത്രം വെച്ച് നോക്കിയാലും നമുക്ക് കിട്ടും. ദെൻ പെർമ്യൂട്ടേഷൻസ്, കോമ്പിനേഷൻസ്, ബൈനോമിയൽ തിയറം, പ്രോബബിലിറ്റി അടുത്ത ബണ്ടിലാണ്. അതും NCERT വെച്ച് നോക്കുന്നതാണ് നമ്മുടെ ഒരു താല്പര്യം. NCERT പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പാടായിട്ട് തോന്നിയാൽ അതിലും എല്ലാത്തിനകത്തും ഈ NCERT പറയുന്നത് ബോറായിട്ട് തോന്നുന്നുണ്ടോ? എടുത്ത് പറയുന്നതാണ് NCERT. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ദെൻ ലാബുള്ള 1-2 ചാപ്റ്റർ എന്ന് പറയുന്നത് സീക്വൻസ് ആൻഡ് സീരീസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. NCERTയിലേക്ക് പോകേണ്ട, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നോക്കിയാൽ മതി, കാരണം കൺസെപ്റ്റ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണ്. കോംപ്ലക്സ് നമ്പർ അത്ര ഈസി ആയിട്ട് കിട്ടില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നോക്കേണ്ടത്. പ്രീവിയസ് NCERT നോക്കിയിട്ട് അത്യാവശ്യം കാര്യങ്ങൾ, അതായത് NCERT നോക്കുന്നതിനേക്കാളും ഭംഗി PYQ തന്നെ എടുത്ത് നോക്കുന്നതന്നെയാണ്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന് പിന്നെ ലീനിയർ ഇനീക്വാളിറ്റീസ് പോലത്തെ ചെറിയ ചെറിയ ചാപ്റ്ററുകളും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഉള്ളത്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ചാപ്റ്ററും ആദ്യം NCERT നോക്കുക. ദെൻ 2024 തൊട്ട് പുറകോട്ടുള്ള പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻ പേപ്പറിലെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ്ലി ചെയ്ത് പഠിക്കുക. ദെൻ എക്സാം ഹാളിലേക്ക് കയറുക, നമ്മുടെ മനസ്സ് ഫ്രഷ് ആക്കിയിട്ട് അതിനകത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് എല്ലാ ചാപ്റ്ററിനെ കുറിച്ചുള്ള ബേസ് കൺസെപ്റ്റുകളെല്ലാം അറിയാം. അതിനകത്ത് എളുപ്പമുള്ള ചോദ്യങ്ങൾ മാത്രം തപ്പുക, അറ്റൻഡ് ചെയ്യുക, സക്സസ് ആയിട്ടിങ്ങ് പോരുക. ജാനുവരി JEE ഒരു 98+ NIT കൺഫേം. ഓക്കെ, എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.